Very good evening, all of you. I am Srija, your English teacher. I am going to deal with some of the chapters from your English textbook, Fine Tune Your English. Let us begin with the chapter 8, Understanding the Verb, which comes under a major heading, Word Classes and Related Topics. Okay, what is a word class? Word class എന്ന് കേട്ടിട്ടുണ്ടോ? പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾക്കറിയാം പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുമ്പോൾ വെർബ്, നൗൺ, അഡ്ജക്റ്റീവ്, അഡ്വേർബ് എന്നൊക്കെ നിങ്ങൾ കാറ്റഗറൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ വേർഡ് ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ലാംഗ്വേജിനെ പഠിക്കുമ്പോൾ, സയൻറ്റിഫിക്കലി നമ്മൾ ഒരു ലാംഗ്വേജിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ വേർഡ് ക്ലാസ്സുകളായിട്ടാണ് പറയുക. ഫോർ എക്സാമ്പിൾ, ബോയ് എന്ന് പറയുന്ന വേർഡ് ഏത് ക്ലാസ്സിൽ ഉൾപ്പെടുന്നു എന്ന് ചോദിച്ചാൽ നൗൺ ക്ലാസ്സിൽ വരുന്നു. ഗോ എന്ന് പറയുന്ന വേർഡ് ഏത് ക്ലാസ്സിൽ വരുന്നു? വെർബ് ക്ലാസ്സിൽ വരുന്നു. നമ്മൾ ഇവിടെ ഡീൽ ചെയ്യാൻ പോകുന്നത് വെർബിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വെർബ് എന്താണെന്നറിയാം, അതിൻ്റെ ഡെഫിനിഷനും ഒക്കെ അറിയാം. അപ്പം അതിനുമപ്പുറം എന്താണ് വെർബ്? നമുക്ക് കുറച്ചും കൂടെ ഡീപ്പായിട്ട് വെർബിനെ ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. Okay, if I ask you what is a verb, then I'm sure that you will definitely answer me a verb is a word that shows an action, an event or a state. എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ഇങ്ങനൊരു ആൻസർ ചെയ്യുന്നത്. നിങ്ങളിത് കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു ഡെഫിനിഷനാണ്. ദിസ് ഈസ് എ ട്രഡീഷണൽ ഡെഫിനിഷൻ. എക്സാമ്പിൾ നിങ്ങൾ പറയും, ദ monkey jumps, the sun shines. ജമ്പ് എന്നുള്ളത് ഒരു വേർബാണ്, ഷൈൻ എന്ന് പറയുന്നത് ഒരു വേർബാണ്. പക്ഷെ ഇതിനുമപ്പുറം a verb is a word class which are inflected for tense, aspect and mood. verb എന്ന് പറയുന്ന വേർഡ് ക്ലാസ്സിൽ ഉൾപ്പെട്ട verb എന്ന് പറയുന്നത് ഇൻഫ്ലക്റ്റഡ് ആകുന്നത് 3 കാര്യങ്ങൾക്കാണ്: ടെൻസ്, ആസ്പെക്ട് ആൻഡ് മൂഡ്. ഇൻഫ്ലക്റ്റഡ് ആകുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കുറച്ചും കൂടെ ഈസി ആയിട്ട് മനസ്സിലാകണമെങ്കിൽ ഒരു നൗൺ എടുക്കാം. ഫോർ എക്സാമ്പിൾ, ബോയ്. ഈ വെർബ് ഇൻഫ്ലക്റ്റഡ് ആവുന്നത് പോലെ തന്നെ നൗൺ ഇൻഫ്ലക്റ്റഡ് ആകാറുണ്ട്. അത് വേറെ 3 കാര്യങ്ങൾക്കാണ്. ഒന്ന് നമ്പർ, ജെൻഡർ ആൻഡ് കേസ്. ഇവിടെ നമുക്ക് നമ്പർ എടുക്കാം. ബോയ് എന്ന് പറയുന്ന നൗൺ ഫോം യെസ് എന്ന് പറയുന്ന ഗ്രാമാറ്റിക്കൽ മാർക്കർ ആഡ് ചെയ്യുമ്പോൾ പ്ലൂറാലിറ്റിയെ കാണിക്കും, അല്ലെങ്കിൽ ഒന്നിലധികം ആൺകുട്ടികൾ ഉണ്ട് എന്നുള്ളത് എക്സ്പ്രസ്ഡ് ആവും. അപ്പോൾ ബോയ് എന്ന് പറയുന്ന നൗൺ ഫോമിനെ ഇൻഫ്ലക്റ്റ് ചെയ്യിപ്പിച്ചു, എസ് എന്ന മാർക്കർ കൊണ്ട് ഇൻഫ്ലക്റ്റ് ചെയ്യിപ്പിച്ചു. അതാണ് ഇൻഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ. അത് ഇവിടെ വേർബ് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു വേർബിനെ നമുക്ക് ഇൻഫ്ലക്റ്റ് ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നത് ഈ ടെൻസ്, ആസ്പെക്ട്, മൂഡ് എന്ന് പറയുന്ന 3 കാര്യങ്ങൾ കൊണ്ടാണ്. ടെൻസ് നിങ്ങൾക്കെല്ലാം അറിയാം. ടെൻസ് എന്ന് പറയുമ്പോൾ 3 തരത്തിലുള്ള ടെൻസ് ഉണ്ട്: പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ. അപ്പം ഓരോ ടെൻസും ആഡ് ചെയ്യുമ്പോഴും അതിൻ്റെതായ മാർക്കേഴ്സ് ഉണ്ട്. അത് വെർബിനോട് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് മീനിങ് പ്രോപ്പറായിട്ട് കൺവേഡ് ആകുന്നത്. നമ്മൾ ഇങ്ങനെയെല്ലാം വെർബിനെ ഇൻഫ്ലക്റ്റ് ചെയ്യിപ്പിക്കുമ്പോൾ അവിടെ ഗ്രാമറാണ് ഉണ്ടാവുന്നത്. എന്തിനാ ഈ ഗ്രാമർ കൂടുതൽ പെർഫെക്റ്റ് ആകും തോറും നമ്മൾ കൺവേ ചെയ്യുക, മറ്റൊരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾക്ക് നമ്മുടെ മനസ്സിലുള്ള കാര്യം കറക്റ്റായിട്ട് കൺവേ ചെയ്യപ്പെടും. അപ്പോൾ ആസ്പെക്റ്റും മൂഡും നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടാവില്ല. ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ നമുക്ക് ആസ്പെക്റ്റ് 2 തരം ആസ്പെക്റ്റ് ഉണ്ട്. ഒന്ന് പെർഫെക്റ്റീവും പ്രോഗ്രസീവും. മൂഡ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഇൻഡിക്കേറ്റീവ് മൂഡ്, ഇംപറേറ്റീവ് ആൻഡ് സബ്ജക്റ്റീവ് മൂഡ് എന്നൊക്കെ പറയുന്ന പലതരം ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. നമുക്ക് ഇതിനൊന്നും ഡീപ്പായിട്ട് പോകണ്ട, എന്നാൽ ജനറൽ ആയിട്ട് ഇതൊക്കെ എന്താണെന്ന് ജസ്റ്റ് പറഞ്ഞു പോവാം. ആസ്പെക്റ്റ് എന്ന് പറയുമ്പോൾ that indicate time-related characteristics such as completion, duration or repetition of an action. അപ്പം ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞു അല്ലെങ്കിൽ പ്രവൃത്തി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് മാർക്കേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് എന്നുള്ളതാണ് ആസ്പെക്ച്വൽ ആകുക എന്ന് പറയും. ആസ്പെക്ച്വൽ
അതേസമയം മൂഡ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഓർഡർ പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു വിഷ്, ഒരു സജഷൻ, ഒരു ഡിമാൻഡ് ഇതൊക്കെ കൊണ്ടുവരുമ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് മൂഡാണ്. മൂഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ വെർബൽ ഇൻഫ്ലെക്ഷൻ വരുത്തുന്നത്. നമ്മൾ വെർബിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ വെർബിന് ഒരു ബേസ് ഫോമും 4 അസ്യൂംഡ് ഫോംസും ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗോ എന്ന് പറയുന്നത് ഒരു ബേസിക് ഫോം ആണെങ്കിൽ ഗോയിങ്, ഗോൺ, വെന്റ്, ഗോസ് ഇതെല്ലാം അതിൻ്റെ 4 അസ്യൂംഡ് ഫോംസ് അല്ലെങ്കിൽ ഗോ എന്ന് പറയുന്ന ബേസിക് ഫോമിനെ ഇൻഫ്ലെക്റ്റ് ചെയ്യപ്പെട്ട 4 ഫോമുകളാണ് ഈ താഴെ കൊടുത്തിരിക്കുന്ന ഈ 4 ഗോയിങ്, ഗോൺ, വെന്റ്, ഗോസ് എന്നിവ. Okay, consider the following sentences. First one, old Uncle William stood on his head. ഇവിടെ നമുക്ക് ഒരു വെർബിനെ കാണാം, മെയിൻ വെർബ്. It will damage your brain, his nephew told him. ഇവിടെ 2 വെർബ് ഉണ്ട്, ഒന്നൊരു ഓക്സിലറി വെർബും ഒന്നൊരു മെയിൻ വെർബും, വില്ലും ഡാമേജും. I have been standing on my head for many years, my son, said Uncle Williams. Here there is 3 verbs. And by the end of next year, I will have been standing on my head for 50 years, he continued. ഇവിടെ 4 verb ഉണ്ട്. Well, non-existent things cannot be damaged, said the nephew. ഇവിടെ നമുക്ക് verbും auxiliaryയും കാണാം. auxiliaryയും main verbും കാണാം. The main verb, finite verb, is helpless if there is no auxiliary verb to help it. The basic form of verb is called the infinitive. ഒരു ബേസിക് ഫോം ഗോ എന്നുള്ളത് നമ്മൾ ടു ചേർത്താണത് പറയുക. ഇൻഫിനിറ്റീവ് മാർക്കർ ടു ചേർത്തിട്ടാണ് പറയുക, ടു ഗോ എന്നാണ്. എന്നാൽ നമ്മൾ എപ്പോഴും ടു ചേർത്തല്ല ഇത് സെന്റൻസിൽ വരുമ്പോൾ ഉപയോഗിക്കാറ്. ഇറ്റ് ക്യാൻ ഒക്കർ വിത്ത് ഓർ വിത്തൗട്ട് ടു. യു ought to consult a doctor. Okay. Only a doctor can diagnose the complaint. ഇവിടെ നമ്മൾ ടു ഇൻഫിനിറ്റീവ് ചേർത്തിട്ടില്ല. അപ്പോൾ വിത്ത് ഓർ വിത്തൗട്ട് ടു നമുക്ക് ഈ ബേസ് ഫോമിനെ ഫംഗ്ഷൻ ചെയ്യിപ്പിക്കാം. A verb has 2 participle forms. They are present participle ing form and past participle ed form. The present participle form ing നമ്മൾ എങ്ങനെയൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നോക്കാം. Barking dog seldom bite. My dog is barking, so it will not bite till it has stopped barking. ing ഫോം ബാർക്ക് എന്ന് പറയുന്ന വെർബിനോട് കൂടി ing ഫോം വന്നിരിക്കുകയാണ്. പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോമായ ing ഫോം വന്ന് അതിനെ ഫംഗ്ഷൻ ചെയ്യിപ്പിച്ചിരിക്കുന്നത് എക്സാമ്പിൾസ് ആണ്. ഇവിടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമായ ed ഫോം എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്? The dog was provoked by the rat pulling at his whiskers. A provoked dog is a dangerous animal. Nobody else has ever provoked my dog so violently. Provoke എന്ന് പറയുന്ന വെർബിനോട് കൂടി പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിട്ടുള്ള ed ഫോം ചേർത്ത് എക്സാമ്പിൾസ് തന്നിരിക്കുന്നു. The other 2 types of verb forms are transitive verb and intransitive verb. Transitive verb express an action directed towards a person, place or thing. The action expressed by a transitive verb passes from the doer or the subject to the receiver of the action. Words that receive the action of a transitive verb are called the objects. Consider the following example. The teacher made the question paper. The teacher question paper ഉണ്ടാക്കി. The teacher made dash what എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എന്തുണ്ടാക്കി? ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കി. അപ്പം അവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പം കുറച്ചും കൂടി സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും ആരെ അല്ലെങ്കിൽ എന്തിനെ എന്നൊരു ക്വസ്റ്റ്യനെ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെന്ന് അർത്ഥം. അങ്ങനെയുണ്ടെങ്കിൽ ആ വെർബ് ഒരു ട്രാൻസിറ്റീവ് വെർബായിരിക്കും. Peter cut the cake. Peter cut the cake. എന്ത് കട്ട് ചെയ്തു? കേക്ക് കട്ട് ചെയ്തു. അപ്പം അവിടെ ദ കേക്ക് എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ആണ്. ആദ്യത്തേത് എക്സാമ്പിളിൽ
എന്താണ് ടീച്ചർ ഉണ്ടാക്കിയത്? ക്വസ്റ്റ്യൻ പേപ്പറാണ് ഉണ്ടാക്കിയത്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ആ ക്വസ്റ്റ്യൻ എന്താണ് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ എന്തിനെ അല്ലെങ്കിൽ വാട്ട് എന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവിടെ ഒബ്ജക്റ്റ് ഉണ്ട്. അതൊരു ട്രാൻസിറ്റീവ് വെർബ് ആയതുകൊണ്ടാണ് ഒബ്ജക്റ്റിനെ എടുത്തത്. An intransitive verb expresses action or tells something about the subject without action passing to a receiver or object. It can stand alone in a predicate because its meaning is complete. Mr. Baker jogs every day. ഇവിടെ സബ്ജക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ജോഗ് ചെയ്തത് ആരെ ജോഗ് ചെയ്തു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ, അവിടെ ഒരു ഒബ്ജക്റ്റ് ഇല്ല. ഈ 3 സെന്റൻസുകളിലും ഒബ്ജക്റ്റിനെ നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇവിടെ സബ്ജക്റ്റിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതൊരു ഇൻട്രാൻസിറ്റീവ് വെർബാണ് ഇവിടെ കൂടെ നിൽക്കുന്നത്. ആ സബ്ജക്റ്റിന്റെ ഒപ്പം നിൽക്കുന്നത് ഒരു ഇൻട്രാൻസിറ്റീവ് വെർബാണ്. There are some exceptions too. Sometimes an intransitive verb takes an object. That object is called a cognate object, which is made from the verb itself. Example, he slept a sound sleep. ഇവിടെ he slept, അവൻ ഉറങ്ങി. ആരെ ഉറങ്ങി, എന്തിനെ ഉറങ്ങി, അങ്ങനൊരു ചോദ്യം ചോദിക്കാറില്ല. അപ്പം സ്ലെപ്റ്റ് എന്നുള്ളത് ഒരു ഇൻട്രാൻസിറ്റീവ് വെർബാണ്. പക്ഷേ ഈ സെന്റൻസിൽ സ്ലെപ്റ്റ് എന്നുള്ള ഇൻട്രാൻസിറ്റീവ് വെർബ് സൗണ്ട് സ്ലീപ്പ് എന്ന് പറയുന്ന ഒബ്ജക്റ്റിനെ എടുത്തിട്ടുണ്ട്. അവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. എന്തുറക്കമാ ഉറങ്ങിയത്? ഹി സ്ലെപ്റ്റ് എ സൗണ്ട് സ്ലീപ്പ്. അപ്പം അങ്ങനെ ചോദിക്കുമ്പോൾ അവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പം ആ ഒബ്ജക്റ്റിന് കോഗ്നേറ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നു. അപ്പം ചില സമയങ്ങളിൽ ഇൻട്രാൻസിറ്റീവ് വെർബ് ഒരു ഒബ്ജക്റ്റിനെ എടുക്കാറുണ്ട്. രണ്ടാമത്തത്, the addition of postposition sometimes change the meaning of the verb and make intransitive to transitive one. Looked എന്നുള്ളത് ഒരു ഇൻട്രാൻസിറ്റീവ് വെർബാണ്. ഇവിടെ അറ്റ് എന്ന് പറയുന്ന പോസ്റ്റ് പൊസിഷൻ ആഡ് ചെയ്യപ്പെട്ടപ്പോൾ അവിടെ ഒരു ഒബ്ജക്റ്റ് വന്നു. ഹെർ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് വരാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പോസ്റ്റ് പൊസിഷൻ അറ്റ് എന്ന് പറയുന്ന പോസ്റ്റ് പൊസിഷൻ ചേർത്തു. അപ്പോൾ ലുക്ഡ് എന്ന് പറയുന്ന ഇൻട്രാൻസിറ്റീവ് ഒരു ട്രാൻസിറ്റീവ് ആയി മാറി. അപ്പം അവിടെ ആരെ നോക്കി എന്നുള്ളതിന് ഒരു ആൻസർ വന്നിട്ടുണ്ട്, ഹർ, അവളെ നോക്കി. അപ്പോൾ അതൊരു ഇൻട്രാൻസിറ്റീവ് ആയിരുന്ന ലുക്ഡ് എന്ന് പറയുന്ന വെർബ് ഒരു ട്രാൻസിറ്റീവായ വെർബായി മാറിയിരിക്കുന്നു. Move on to the next chapter, idiomatic phrases, chapter 53. നമ്മൾ ഇന്നൊരു ചെറിയ ചാപ്റ്ററാണ് പഠിച്ചത്, അണ്ടർസ്റ്റാൻഡിങ് വെർബ്. അപ്പോൾ നമുക്കിന്ന് ഒരു 10 ഇഡിയോമാറ്റിക് സിമ്പിൾ ആയിട്ടുള്ള ഒരു 10 ഇഡിയോമാറ്റിക് ഫ്രേസസും കൂടെ നിങ്ങൾക്ക് ഞാനിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഇഡിയോമാറ്റിക് ഫ്രേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ്സിൻ്റെ ഒരു കോമ്പിനേഷനാണ്. എന്നാൽ ആ വേർഡ്സിൻ്റെ ഇൻഡിവിജ്വൽ മീനിങ് അല്ല നമ്മൾ എടുക്കുക, അതിനുമപ്പുറം അതിനൊരു മറ്റൊരു മീനിങ് കൊടുക്കാൻ പറ്റും. അത് നമ്മുടെ ലാംഗ്വേജിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നമ്മുടെ ഇമോഷൻസ് പ്രോപ്പറായിട്ട് കൺവേ ചെയ്യപ്പെടും. അത് നമ്മൾ യൂസ് ചെയ്യുമ്പം അതിൻ്റെ കൃത്യമായ മീനിങ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ ഫ്രേസസ് എല്ലാം വന്നിട്ടുള്ളത് ഏതെങ്കിലും ഈസോപ്പ് കഥകളിൽ നിന്നോ ഗ്രീക്ക് മിഥോളജിയിൽ നിന്നോ എന്തെങ്കിലും കഥകളിൽ നിന്നിട്ടായിരിക്കും ഈ ഫ്രേസസ് എടുത്തിട്ടുണ്ടാവുക. അപ്പം ആ ഒരു കഥയുടെ കോണ്ടെക്സ്റ്റ് അനുസരിച്ചിട്ടായിരിക്കും ഇതിൻ്റെ മീനിങ്ങും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ ഓരോ ഫ്രേസസിൻ്റെയും ആ ഒരു കഥ നിങ്ങൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ കൂടുതൽ നന്നായിട്ട് നമുക്ക് ആ ഒരു ഫ്രേസിനെ നമുക്ക് പ്രയോഗിക്കാൻ പറ്റും, നല്ല രീതിയിൽ പ്രയോഗിക്കാൻ പറ്റും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചാപ്റ്റർ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. The first idiomatic phrase we are going to discuss is to keep one's fingers crossed. The meaning is to wish for good luck. First example is, let's keep our fingers crossed that it doesn't rain. എന്താണ് അതിൻ്റെ അർത്ഥം? ഇന്ന് മഴ പെയ്തിട്ടില്ല, നമ്മളെ ഭാഗ്യം തുണച്ചിരിക്കുന്നു. ലെറ്റ്സ് കീപ് അവർ ഫിംഗേഴ്സ് ക്രോസ്ഡ് that it doesn't rain. I will be keeping my fingers crossed that everything goes well. എല്ലാം നന്നായിട്ട് പോകാനായിട്ട് ഞാൻ എൻ്റെ ഭാഗ്യത്തിനായിട്ട് ആഗ്രഹിക്കുന്നു. He crossed his fingers asking for good for the first time
asking for the luck for the first time in his life. അവൻ അവൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അവനെ ഭാഗ്യം തുണയ്ക്കണമേ എന്ന് ആഗ്രഹിക്കുന്നു. The next idiomatic phrase is lion's share, meaning the major part. ഭൂരിഭാഗവും എന്നൊക്കെ പറയാറുണ്ട്. ഇതൊരു ഈസോപ്പ് കഥയുടെ ഭാഗമായിട്ട് അതിൽ നിന്ന് വന്നിട്ടുള്ള ഒരു idiomatic phrase ആണ്. My sister grabbed the lion's share of the pizza. പിസയുടെ ഭൂരിഭാഗവും അവൾ എടുത്തു. Susan claimed the lion's share of the money for her success at the concert. Jack announced the lion's share of donations to the charities. Next phrase is naked truth, meaning is the absolute truth. Behind this phrase, there is a Greek story. It says that truth and falsehood stripped off their clothes and plunged into the water to take a bath. Falsehood finished his bath first, came ashore and stole away wearing truth's clothes. When truth found his clothes gone, he decided to go naked rather than wear falsehood clothes. Thus truth came to claim nakedness as his identity. Example for this phrase is, Rema was advised to tell the naked truth in the court. നിങ്ങളിത് കേട്ടിട്ടുള്ളതായിരിക്കും, നഗ്ന സത്യം, absolute truth. Next is to get the sack, meaning is to be dismissed. അപ്പം ഒരു ജോലിയിൽ നിന്നും പറഞ്ഞു വിടുക. അപ്പോൾ പറഞ്ഞു വിടുമ്പോഴത്തേക്കും അവരുടെ ടൂൾസ് എല്ലാം കൂടെ കളക്ട് ചെയ്ത് സാക്കിൻ്റെ അകത്ത് വെച്ച് പൊയ്ക്കോളാൻ പറയുക. അതിൽ നിന്നിട്ടാണ് ഈ ഒരു ടു ഗെറ്റ് ദ സാക്ക് എന്ന് പറയുന്ന ഒരു ഫ്രേസ് ഉണ്ടായിട്ടുള്ളത്. ഹി ഗോട്ട് ദ സാക്ക് ഫോർ സ്റ്റീലിംഗ്. അവൻ മോഷണം ചെയ്തത് കൊണ്ട് അവനെ പറഞ്ഞു വിട്ടു. He got the sack after 20 years of service. She got the sack after 20 years of service എന്ന് പറഞ്ഞാൽ 20 വർഷങ്ങൾക്ക് ശേഷം അവളെ ഡിസ്മിസ് ചെയ്യപ്പെട്ടു. I will get the sack if I arrive at the office late. ഞാൻ ഓഫീസിൽ ലേറ്റ് ആയിട്ട് വന്നാൽ എന്നെ പറഞ്ഞു വിടും. Next is to kick the bucket, to die. പണ്ട് കാലങ്ങളിൽ കശാപ്പനായി നിർത്തിയിരിക്കുന്ന മൃഗങ്ങളെ അതിനെ ഇങ്ങനെ കാലിൽ തലക്കീഴായി കെട്ടിത്തൂക്കി, ബക്കറ്റ് എന്ന് പറയുന്നത് വലിയ ബീമാണ്, ഇങ്ങനെ തൂണുകളിൽ കെട്ടിത്തൂക്കിയിടുന്ന പ്രവണത ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഈ ടു കിക്ക് ദ ബക്കറ്റ് എന്ന് പറയുന്ന ഫ്രേസ് ഉണ്ടായിട്ടുള്ളത്. The old man down the street has kicked the bucket. All the fish in my aquarium kicked the bucket when we went on the vacation. എല്ലാം ചത്തുപോയി. The old dog finally kicked the bucket when the winter got too harsh for him. Next is to blow hot and cold, meaning behave in an inconsistent manner. Behind this there is a story. ഒരിക്കലൊരു ഒരിക്കലൊരു മനുഷ്യനെ കണ്ടു. അയാൾ വളരെ തണുത്ത് വിറച്ച് ഇങ്ങനെ കൈകൾ തിരുമ്മിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തിനാണ് ഇങ്ങനെ കൈകൾ തമ്മിൽ ഇങ്ങനെ തിരുമുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അതെനിക്ക് അല്പം ചൂട് കിട്ടാനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എങ്കിൽ നീ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഷെൽട്ടർ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഒരു കപ്പിൽ നല്ല സൂപ്പ്, ചൂടുള്ള സൂപ്പ് എടുത്ത് കൊടുത്തു. അപ്പം ഇത് കുടിക്കാൻ നേരത്ത് അയാൾ ഇങ്ങനെ അത് ഊതുകയാണ്. അപ്പം ചോദിച്ചു, എന്തിനാണിത് നിങ്ങൾ ഇങ്ങനെ ഊതുന്നത്? അതെനിക്ക് ഇത് തണുപ്പിക്കാനാണ്. അപ്പം ഡെവിളിന് ഭയങ്കര ദേഷ്യം വന്നു. അതാണ് ഇതിൻ്റെ ഒരു ബിഹൈൻഡിലുള്ളൊരു സ്റ്റോറി. അതിൽ നിന്നാണ് ടു ബ്ലോ ഹോട്ട് ആൻഡ് കോൾഡ് എന്ന് പറയുന്ന ഫ്രേസ് ഉണ്ടായിട്ടത്. Her boyfriend keeps running hot and cold whenever she asks him to marry her. അവളെ മാരി ചെയ്യാൻ പറയുന്ന സമയത്ത് ആ ബോയ്ഫ്രണ്ട് കീപ്സ് റണ്ണിങ് ഹോട്ട് ആൻഡ് കോൾഡ്. വ്യക്തമായ ഒരു ഉത്തരം പറയാതെ അവിടെയും ഇവിടെ ഇങ്ങനെ പറയാം.
behave in an inconsistent manner. He seems to blow hot and cold. One minute he likes me and next he is ignoring me. I don't think it's fair when people blow hot and cold and don't tell you clearly what they want. Next phrase is between the devil and the deep sea. ഇത് നിങ്ങൾ ഒത്തിരി കേട്ടിട്ടുള്ളതായിരിക്കും. ചെകുത്താനും കടലിനും നടുക്കിൽ പെട്ടുപോവുക. Used to describe a difficult situation where there are two equally undesirable options or in a difficult and inescapable position. Example, since we don't have enough money to send both our children to college, we are between the devil and the deep blue sea about what to do. ചെയ്യാതിരിക്കാനും പറ്റില്ല, ചെയ്യാനും നിവൃത്തിയില്ല എന്നുള്ളൊരവസ്ഥ. Ugly duckling. A young person who turns out to be beautiful or talented against all expectations. ഇതിൻ്റെ പുറകിലും ഒരു കഥയുണ്ട്. ഒരിക്കലൊരു ഒട്ടും സൗന്ദര്യമില്ലാത്ത ഒരു ഡക്ക് അതിനെ അതിൻ്റെ കൂട്ടുകാരെല്ലാം ഒത്തിരി കളിയാക്കി. ഒരിക്കൽ അത് പെട്ടെന്ന് ഒരു നല്ല മനോഹരമായ ഒരു അരയന്നമായിട്ട് മാറി. അതിൽ നിന്നാണ് ഈ അഗ്ലി ഡക്ലിംഗ് എന്ന് പറയുന്ന യൂസേജ് ഉണ്ടായത്. അതായത് പെട്ടെന്നുള്ള ഒരു നല്ല മാറ്റം അതിനെ സൂചിപ്പിക്കാനാണ് ഈ ഒരു ഫ്രേസ് ഉപയോഗിക്കുന്നത്. Aditya had no skills during his childhood, but all of a sudden he turns out to be an ugly duckling after being selected for the National Football Championship. The woman who takes personality development classes turned into an ugly duckling. The next one, dog in the manger, meaning a person who selfishly keeps something that he or she does not really need or want so that others may not use or enjoy it. എന്താണ്, പട്ടിയൊട്ട് പുല്ല് തിന്നുകയില്ല, പശുവിനെ തീറ്റിക്കുകയില്ല എന്ന് പറയുന്ന ഒരു അതിൽ നിന്നിട്ടാണ് ഈ ഒരു അതൊരു ശരിക്കും ഒരു സ്റ്റോറിയാണ്. അതിൽ നിന്നാണ് ഡോഗ് ഇൻ ദ മാഞ്ചർ എന്ന് പറയുന്ന ഒരു യൂസേജ് ഉണ്ടായിട്ടുള്ളത്. എക്സാമ്പിൾ, stop being such a dog in the manger and let your sister ride your bike if you are not using it. Young children are probably the best examples of dogs in the manger, refusing to let other children play with their toys even though they are not playing with them themselves. To make both ends meet. നമ്മൾ പറയാറുണ്ട് രണ്ട് അറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതാണ് എക്സാക്ട്ലി. It was impossible for the poor family to make both ends meet.